നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മഴക്കാലവും ആസ്മയുമാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഉപാസന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ ഷെഫിൽ ഷെറഫാണ്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. താങ്ക് യു സർ, ആസ്മ ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണല്ലോ. സർ, എന്താണ് ആസ്മ എന്ന് പറയുന്നത്? ബേസിക്കലി ആസ്മയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആസ്മ എന്താന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന ഒരു അലർജി തന്നെയാണ് ആസ്മ. സോ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തുമാകാം, പൊടി, നമ്മൾ ചുറ്റുപാട് കാണുന്ന പൂപ്പൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ശ്വാസകോശത്തിന്റെ ശ്വാസനാളങ്ങളിൽ ഉണ്ടാവുന്ന നീര്, ആ നീര് കൊണ്ട് ശ്വാസകോശത്തിന്റെ ആ നാളങ്ങൾ ചുരുങ്ങുകയും അതുമൂലം ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യും. സോ ഇത് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിൻലി ചുമയായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള കോഫ് കാണും, കൂടുതലും ഡ്രൈ കോഫ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് പുലർച്ചെ രാവിലത്തെ സമയങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതിനുശേഷം വലിവ്, ചിലരിൽ വലിവ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. നെഞ്ചത്തെ ഭാരം, നെഞ്ചിറുക്കം, ഇതൊക്കെയാണ് യൂഷ്വൽ പ്രസന്റേഷൻ. ഓക്കെ. അപ്പം നമുക്കറിയാം ആസ്മ, സാർ എന്തൊക്കെ ടൈപ്പായിട്ടുള്ള ആസ്മകൾ ഉണ്ടാവും? ആക്ച്വലി ആസ്മ എന്ന് പറയുന്നത് ഒരു വലിയ ടേമാണ്. നമുക്ക് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസ്മ കാണപ്പെടുന്നത് കുട്ടികളിലാണ്. നമ്മൾ പറയപ്പെടുന്നത് 10 വയസ്സ് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലും ആസ്മ കാണുന്നത്. 20 വയസ്സിന് മുകളിലുള്ളതാണെങ്കിൽ അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മ എന്ന് പറയും. അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മ. സോ അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മ യൂഷ്വലി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. കുട്ടികളിൽ 10 വയസ്സിന് താഴെ ആവുമ്പം ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ അതൊരു ചൈൽഡ്ഹുഡ് ആസ്മ. പിന്നെ അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മ. ആസ്മ ഒരുപാട് തരമുണ്ട്. ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയും. ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചുറ്റുപാടിലുള്ള പൊടിപടലങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോൾ ഒരു പെയിന്റർ ആണെങ്കിൽ അവരെ പെയിന്റ് എക്സ്പോഷർ, അങ്ങനെ ഒരു വെൽഡർ ആണെങ്കിൽ അവിടുത്തെ സൈറ്റ് എക്സ്പോഷർ കൊണ്ടുണ്ടാവുന്ന ആസ്മ, അത് ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയും. മറ്റു തരം ആസ്മ എന്ന് പറയുമ്പോൾ അലർജിക് ആസ്മ, അല്ലെങ്കിൽ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നെഞ്ചിറുക്കം, ചുമ, അല്ലെന്നുണ്ടെങ്കിൽ വീസിങ്, വലിവ് വരിക, ഇതിനാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് തരത്തിൽ ആസ്മ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0442931111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സർ, അപ്പം കുട്ടികളിലാണ് ആസ്മ പൊതുവെ കണ്ടുവരുന്നതെന്ന് പറയും. അപ്പൊ ഈ ഒരു സ്കൂളൊക്കെ തുറക്കുന്ന ഒരു ടൈമാണല്ലോ, മഴക്കാലവും ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാകുകയാണല്ലോ അല്ലേ? അതെ, നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ കുട്ടികളിൽ തന്നെ മിക്ക സമയത്തും ആസ്മ കുറച്ച് കൺട്രോൾഡ് ആയിരിക്കും. ഇത് സീസണൽ ആണ് ആസ്മ. ഒരു കുട്ടിക്ക് ഒരു സമയം വന്ന് ആ ഒരു വർഷം അല്ലെങ്കിൽ അതിന്റെ ജീവിതകാലം മൊത്തവും സിംറ്റംസ് പ്രകടിപ്പിക്കാറില്ല. ബേസിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു എക്സ്പോഷർ ട്രിഗർ വരുന്ന സമയത്താണ്. അപ്പം എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്, സാർ എനിക്ക് ഇന്ന സമയത്താണ് വർഷത്തിൽ. നമ്മൾക്കിപ്പം ആസ്മയുടെ ഹിസ്റ്ററി എടുക്കുന്ന ഒരു പേഷ്യന്റിനോട് അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് നമ്മൾ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം വർഷത്തിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് സീസണൽ ആണോ എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇപ്പോൾ മൺസൂൺ കാലഘട്ടവും ആസ്മയും ആ ഒരു രണ്ടും ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. എന്തുകൊണ്ട് മൺസൂണിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് വരുന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ആ ഒരു ടൈമിൽ ബേസിക്കലി നമ്മൾ പറയപ്പെടുന്നത് അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി അത് കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ തണുപ്പിന്റെ അംശം കൂടുതലായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു ടൈമിലാണ് കൂടുതൽ മരത്തിലുള്ള ചെടികളിലുള്ള പൂമ്പൊടി, പോളൻസ്, അത് അന്തരീക്ഷത്തിൽ എക്സ്പോസ്ഡ് ആവാനുള്ള ഒരു ടൈം വരുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? അത് മാത്രമല്ല, നമ്മുടെ വീടിനുള്ളിൽ പൂപ്പല്, അങ്ങനെയുള്ള ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഇത്, പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴത്തേക്കും മറ്റുള്ള ഇൻഫെക്ഷനുകൾ, മറ്റുള്ള കുട്ടികളിൽ നിന്ന് പടരുന്ന വൈറൽ പനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിലെ സാഹചര്യം കുറച്ച് ഈർപ്പമുള്ളതാവുമ്പോൾ അവിടെ സ്പോർസ് വരികയും വൈറസ് ഉടലെടുക്കുകയും ചെയ്യും. നേരത്തെ സപ്രസ് ആയിട്ടിരുന്നിട്ടുള്ള വൈറസ് കുറച്ച് കോമൺ ആവും. ആ ഒരു ടൈമിൽ എല്ലാവരിലും ഒന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഫീവർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ടൈമിൽ ആസ്മ എക്സാസർബേറ്റ് ചെയ്യും. അതിനാണ് ഇൻഫെക്റ്റീവ് എക്സാസർബേഷൻ ഓഫ് ആസ്മ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അമിതമായി ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, കഫക്കെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണൊരു മൺസൂൺ ട്രിഗർ ആയിട്ട് പറയുന്നത്, ഇത്രയും കാരണങ്ങൾ കാരണം. ഓക്കെ. സാർ, അപ്പം നമ്മൾ പറഞ്ഞു കുട്ടികളിൽ ഇൻഹേലർ യൂസ് ചെയ്യുന്ന കാര്യം,
പലപ്പോഴും എല്ലാവർക്കും ഒരു ഭയത്തോടെയാണ് കുഞ്ഞുങ്ങളിൽ ഇൻഹേലറോ എന്ന് പഴയ ആളുകൾ ഇപ്പം ചോദിക്കും, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എന്ത് കേടാ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ വരെ പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. തികച്ചും അത് കുട്ടികളിൽ മാത്രമല്ല, നമ്മളൊരു അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മയിൽ ഒരു പേഷ്യന്റ് വന്നിട്ട് നമ്മൾ ഇൻഹേലറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും അവർക്കുണ്ടാവുന്ന ഫസ്റ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ, സർ ജീവിതകാലം മൊത്തം ഞാൻ ഇൻഹേലർ എടുക്കേണ്ടി വരും. അതാണ് ഫസ്റ്റ് ഡൗട്ട് ചോദിക്കുക. അത് നമ്മൾ എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഡൈജസ്റ്റ് ആവാൻ. രണ്ടാമത്തെ ഒരു കാര്യം അവർ ചോദിക്കുന്ന, സർ ഇതിന് അഡിക്ഷൻ ഉണ്ടോ, പിന്നെ ഇത് നിർത്താൻ പറ്റാതെ ആകുമോ, എനിക്ക് എന്നും എടുക്കണമെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ചോദ്യം, സർ കുറച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് കുട്ടികൾക്ക് വളർന്നു വരുന്ന സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസുകൾ വരും. ഇതൊക്കെയാണ് ചോദ്യം. ഇതൊക്കെ ആക്ച്വലി തെറ്റിദ്ധാരണയാണ്. നമ്മൾ ആസ്മയ്ക്ക് തുടങ്ങുന്ന ഇൻഹേലർ ആണെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സൈഡ് എഫക്റ്റ് കുറവാണ്. കാര്യം ഇതൊരു സിസ്റ്റമിക് ആക്ഷൻ. ബേസിക്കലി ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അത് രക്തത്തിൽ ചെന്നിട്ടാണ് അത് ശ്വാസകോശത്തിൽ എത്തുകയും അവിടെ അതിന്റെ പ്രവർത്തനം വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ടാബ്ലറ്റ് ആകുമ്പോൾ. പക്ഷേ ഇൻഹേലർ ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ അത് ഉള്ളിൽ പോയി ശ്വാസകോശത്തിന് നേരിയ അറകൾ വികസിപ്പിച്ചു, ശ്വാസകോശ നാളങ്ങൾ വികസിപ്പിച്ചതിന് ശേഷം അടുത്ത ശ്വാസത്തിലൂടെ അത് പുറത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ രക്തത്തിലേക്ക് കടക്കുന്നതിന്റെ അംശം 3 to 4% മാത്രമാണ്. പിന്നെ എത്ര ഒരു എക്സ്പേർട്ടഡ് ഇൻഹേലർ ആണെങ്കിലും നമുക്ക് ഉള്ളിലേക്കുള്ള അത് ആ ഡ്രഗ് മെഡിസിൻ ഡെലിവർ ചെയ്യുന്ന കപ്പാസിറ്റി 35 to 40% ഒക്കെ ഉള്ളൂ, നെബുലൈസർ അല്ലാതെ ഇൻഹേലറുകളാണെങ്കിൽ. സോ ഇതിൽ നിന്ന് രക്തത്തിലേക്ക് ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ വളരെ ചുരുക്കമാണ്. സൈഡ് എഫക്റ്റ് ഇല്ലെന്നല്ല, വായിലുണ്ടാവുന്ന പൂപ്പലുകൾ, തൊണ്ടയിലുണ്ടാവുന്ന ശബ്ദ വ്യത്യാസം, തൊണ്ടയിലുണ്ടാവുന്ന ത്രോട്ടിലുണ്ടാവുന്ന ചെറിയ പൂപ്പലുകളൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. ചില സ്ത്രീകളിൽ അല്ലെങ്കിൽ ചിലരിൽ ഇൻഹേലർ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ തോതിൽ കൈവറയിലെ നെഞ്ചിടിപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പേഴ്സൺസ് വേരി ചെയ്യും. അതിനുള്ള ഡോക്ടറിനോട് കണ്ട് സമീപിക്കുമ്പോൾ അവർ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും. സോ സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറവാണ്. വൺസ് ആസ്മയാണെങ്കിൽ നമുക്ക് ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കുറച്ച് നാൾ കഴിഞ്ഞ്. പിന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആക്കാൻ പറ്റും. ചില അസുഖങ്ങളുണ്ട് ശ്വാസകോശത്തിൽ പ്രോഗ്രസീവായിട്ട് വരുന്ന ILD, ശ്വാസകോശ ചുരുക്കങ്ങൾ സംഭവിക്കുന്ന അങ്ങനെയുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ COPD ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോഗ്രസീവ്, അങ്ങനെയുള്ളതിന് മാത്രമാണ് നമ്മൾ ജീവിതകാലം മൊത്തം ഇൻഹേലർ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ സാർ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കുട്ടികളിൽ ഇൻഹേലർ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു സാർ. അവർ അപ്പം അവരുടെ ഒരു അസുഖത്തിനെ ബേസ് ചെയ്തായിരിക്കും എത്ര നാളിത് യൂസ് ചെയ്യണം എന്നുള്ളത്? മിക്കപ്പോഴും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ആസ്മ ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പെർട്ടിക്കുലർ ഒരു ടെസ്റ്റ് ഇല്ല. സോ മിക്ക കേസിലും പാരന്റ്സ് നമ്മുടെ അടുത്ത് കുട്ടികളെ പ്രസന്റ് ചെയ്യുന്ന കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. കോഫ് വേരിയന്റ് ആസ്മ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, കോഫ് വേരിയന്റ് ആസ്മ. ഇതിൽ കുട്ടികൾക്ക് വലിവോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ നെഞ്ചിർക്കോ ഒന്നും കാണില്ല. അവർ ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത് റിക്കറന്റ് ആയിട്ടുള്ള ചുമ മൂലമായിരിക്കും. അതിന് അവര് അടുത്തുള്ള ചിലപ്പം ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കിലൊക്കെ പോയി ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ ഒരു പ്രോപ്പർ ഇവാലുവേഷനിലേക്ക് ഈ കഫ് വേരിയന്റ് ആസ്മയാന്ന് കണ്ടുപിടിക്കത്തോളം കാലം നമുക്കിത് ചുമ മാറില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻഹേലേഴ്സ് എടുത്താൽ ഗ്രാജുവലി നമുക്ക് ടാപ്പർ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 3 months എടുത്തു കഴിയുമ്പോൾ തന്നെ സാർ ഇത് നമുക്ക് ഗ്രാജുവലി ഇങ്ങനെ മരുന്ന് കുറച്ച് കൊണ്ടുവരണം. ഉറപ്പായിട്ടും സ്റ്റെപ്പ് ഡൗൺ തെറാപ്പി തന്നെയാണ്. നമ്മളിപ്പോൾ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളാണെങ്കിലും അഡൽസിലാണെങ്കിലും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡോസ് ആയിരിക്കില്ല, 2 times എടുക്കുന്നുണ്ടായിരിക്കും. ഗ്രാജുവലി അവർക്ക് സിംറ്റംസ് മാറി ഇതിന്റെ കൂടെ തന്നെ നമ്മളിപ്പം ഒരാൾക്ക് ആസ്മ വന്നു, ആസ്മ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടൻ നമ്മളെ ഉള്ളിൽ ചെന്നതിന് ശേഷം അതിന്റെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയാണ് ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്നാണ് പറയുന്നത്. ബേസിക്കലി ഹൈപ്പർ റെസ്പോൺസീവ്നെസ്. സോ ബോഡി എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്തു. സോ അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ചുറ്റുപാടുമുള്ള കാര്യം, നമ്മളൊരു പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, തണുത്ത വായു അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ഒഴിവായി നിൽക്കുക, റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അമിതമായിട്ട് തണുപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക, തണുപ്പുള്ള പ്രദേശത്ത് പോകുമ്പോൾ അതിൻ്റെതായ പ്രിക്വേഷൻസ് എടുക്കുക. ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. ഇതിന്റെ കൂടെ നമ്മളൊരു പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവലി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. സാർ പറയുന്നത് ഇതൊരു ലൈഫ് ലോങ് നമ്മൾ ഇൻഹേലർ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളിൽ. ഒരിക്കലും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അതെ, ചില പോയിന്റ് ഓഫ് ലൈഫിൽ ചില പോയിന്റിൽ മാത്രമാണ് ഇതൊരു എക്സസർബേഷൻ ട്രിഗേഴ്സ് വരുന്നത്. എല്ലാ മൺസൂണിലും എല്ലാവർക്കും ആസ്മ ട്രിഗർ ചെയ്യണം എന്നില്ല. മൺസൂൺ വരുമ്പോൾ അതിന്റേതായ പ്രിക്വേഷൻസ്, ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ കാണപ്പെടുന്നത് അവർ റെഗുലർ ആയിട്ട് ചോക്ക് യൂസ് ചെയ്യുന്നു. ചോക്കിന്റെ ടെസ്റ്റ് അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് റിക്കറന്റ് ആയിട്ട് റൈനൈറ്റിസ്, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ അഡിനോയിഡുള്ള കുട്ടികൾക്കാണെങ്കിൽ അവിടെ ത്രോട്ടിൽ ഇറിറ്റേഷൻ, നേസൽ ഇറിറ്റേഷൻസ് വരാം. സോ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ഫോർസിങ് ചെയ്ത് മുന്നേ കാണപ്പെട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു ടൈമിൽ എക്സാസർബേഷൻ പോലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. സാർ, അപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികളിലെ ഒരു ആസ്മ, ഇതൊരു പാരമ്പര്യ ഘടകം എന്തെങ്കിലും ഉണ്ടോ ഇതില്?
ഇത് ആക്ച്വലി പറയപ്പെടുന്നുണ്ട്, പാരമ്പര്യ ഘടകം പറയപ്പെടുന്നുണ്ട്. നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ട് ജീൻ ഇതുവരെ ഇന്ന ജീൻ കാരണമാണ്, ഇന്ന ജീൻ അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുട്ടിയിലേക്ക് പോകുമ്പോഴാണ് ആസ്മ വരുന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ പറയപ്പെടുന്ന പ്രകാരം ഫസ്റ്റ് ജനറേഷൻ, അതായത് ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആസ്മ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആസ്മ മാത്രമല്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അലർജി. ആസ്മ എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ വരുന്നൊരു അലർജിയാണ്. സോ അച്ഛനോ അമ്മയ്ക്കോ അലർജി ഉണ്ട് അല്ലെങ്കിൽ ആസ്മ ഉണ്ടെങ്കിൽ 50% കുട്ടിക്ക് വരാനുള്ള സാധ്യത. പക്ഷേ അച്ഛനോ അമ്മയ്ക്കോ ആരെങ്കിലും ഒരാൾക്കോ ഉള്ളെങ്കിൽ ഇതിന്റെ ശതമാനം നേർപകുതിയാകുന്നു. പിന്നെ അതേപോലെ ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം, അച്ഛനോ അമ്മയ്ക്കോ ഇല്ല, അവർ ഗ്രാൻഡ് പാരൻസ്, അമ്മമ്മയ്ക്കോ അച്ഛനോ അവർക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു 25 to 30% ആണ് ഈ ഒരു കുട്ടിയിൽ കാണാൻ വേണ്ടി. പെർട്ടിക്കുലറായിട്ട് ജീൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ഹിസ്റ്ററി പറയുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാവരും പറയാറുണ്ട്, ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിന് ആസ്മ അലർജി ഉള്ള കാര്യം. അലർജി ഉണ്ടായാലും മതി, ഡെഫിനറ്റ്ലി ആസ്മ തന്നെ വേണമെന്നില്ല. അലർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കണ്ണ് ചൊറിച്ചിലായിരിക്കാം, എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്തുള്ള മൂക്കൊലിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ശരീരത്ത് വരുന്ന അലർജി, അല്ലെങ്കിൽ പെർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഫുഡിനോടോ മരുന്നിനോടോ ഉള്ള അലർജി. ഇതും നമുക്ക് പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞല്ലോ ചില ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കുട്ടികൾക്ക് വരുമ്പോഴാണ് ചോക്ക് ഉപയോഗിക്കുന്നു, അപ്പൊ അതിൽ നിന്ന് ആസ്മ ഉണ്ടാകാം. ചില ഫുഡ്, ചോക്ലേറ്റ് പോലുള്ള ഫുഡുകൾ ചില കുട്ടികൾ കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അക്യൂട്ടായിട്ടുള്ള ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആസ്മറ്റിക് സിംറ്റംസ് ഒക്കെ കാണിക്കും. അതൊക്കെ എന്തായിരിക്കും അങ്ങനെ? നമ്മൾ പറയേണ്ടത് ബേസിക്കലി എല്ലാവരിലും എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് അലർജി കാണും. സോ വൺസ് ഇത് നമ്മുടെ ശരീരത്തിൽ ട്രിഗർ ചെയ്യുമ്പോൾ ബോഡി സെൻസിറ്റൈസ് ആവുകയാണ്. വീണ്ടും വീണ്ടും ആ ട്രിഗർ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ് അലർജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ഒരു ഫുഡ്, അതായത് കൊഞ്ച് അലർജിയാന്ന് വെച്ചോ. സോ ഒരു ഫസ്റ്റ് ഒരു എക്സ്പോഷർ വന്നു, അതിന് നമ്മുടെ ബോഡിയുടെ, അപ്പോൾ ബോഡി അത് സെൻസ് ചെയ്യുന്നത് അതൊരു ഇൻഫെക്ഷൻ പോലെയാണ്. നമുക്കറിയാം, നമുക്കൊരു ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ നോക്കും. സോ വൺസ് ഇതിന്റെ ഒരു അലർജൻ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ബോഡി തെറ്റിദ്ധരിക്കപ്പെടും, നമ്മുടെ ശരീരം തെറ്റിദ്ധരിക്കപ്പെടുകയും അതിനെതിരായിട്ട് പ്രവർത്തിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ബേസിക്കലി ഒരു അലർജി എന്ന് പറയുമ്പോൾ. സോ കുട്ടികൾ നമ്മൾ കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളിൽ, ഒരു 4 വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ അഡിനോയിഡ് അല്ലെങ്കിൽ ടോൺസിൽ, ഈ ഒരു ഗ്രന്ഥിയുടെ വളർച്ച. സോ ഇങ്ങനെയുള്ളവർക്ക് ഇസ്നോഫിൽ കൗണ്ട്സ്, രക്തത്തിൽ അബ്സലൂട്ട് ഇസ്നോഫിൽ കൗണ്ട്സും അല്ലെങ്കിൽ ആന്റിബോഡി, സെറം IgE എന്ന് പറയുന്ന ആന്റിബോഡിയും കൂടുതലായിട്ട് കാണപ്പെടുന്നു. സോ ഇവർക്ക് എന്തെങ്കിലും നമുക്ക് ചുറ്റുപാടിൽ നിന്നുമുള്ള ചിലപ്പോൾ പൊടിയാകാം, അല്ലെങ്കിൽ പുകയാകാം, അല്ലെങ്കിൽ ചോക്കിന് ഡസ്റ്റ്. ചില കുട്ടികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, അവർ ചെറിയ ഏജിൽ തന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് വീസിങ്ങും അല്ലെന്നുണ്ടെങ്കിൽ റിക്കറന്റ് ആയിട്ട് അലർജി വരുന്നത്. ചോക്ലേറ്റ് പാർട്ടിക്കുലറായിട്ട് അലർജി ഇല്ലാത്തവർക്ക് അത് ആസ്മ ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ചിലപ്പം റൈനൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം. സോ നമ്മളൊരു പ്രോപ്പർ ഇവാലുവേഷൻ മസ്റ്റായിട്ട് ആവശ്യമാണ്. ഇത് ബേസിക്കലി ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്കൊരു 10-30ഓളം ആന്റിജൻ, അതിനകത്ത് ഫുഡ് ഐറ്റംസ് വരും, മെഡിസിൻസ് വരും, നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന മൈറ്റ്സ്, പൂപ്പൽ, ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ നമ്മുടെ സ്കിന്നിൽ കുത്തിവെച്ചതിന് ശേഷം അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിന് റിയാക്ഷൻ ഉണ്ടോ നോക്കും. അതിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ സാർ, അപ്പൊ നമ്മൾ ആസ്മയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കുട്ടികളിൽ ആസ്മ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു സാർ. അപ്പം ഒരു സ്കിൻ ടെസ്റ്റിനെ കുറിച്ച് സാർ പറഞ്ഞില്ല സാർ, അപ്പം അതെങ്ങനെയായിരിക്കും ആ ഒരു ടെസ്റ്റ്? ഞാൻ പറഞ്ഞല്ലോ, ആസ്മയുടെ ആയാലും അലർജിയുടെ ആയാലും കുറച്ച് ഡയഗ്നോസിസ്, രോഗനിർണയം കുറച്ച് പാടുള്ള കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവരിൽ റിക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഓരോ സീസൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ചിലർ വന്ന് പറയാറുണ്ട്, സാർ എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുഴപ്പമില്ല, നമ്മളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയ സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വന്നത് സാർ, അല്ലെങ്കിൽ സ്കൂളിൽ പോയതിനു ശേഷമാണ് കുട്ടിക്ക് വീണ്ടും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. സോ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് അലർജൻ കണ്ടുപിടിക്കണം. ഇപ്പം അലർജി അല്ല ആസ്മയല്ല. ഇപ്പം ആസ്മേനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് നോക്കും. ബ്ലഡ് ടെസ്റ്റിന് ഇസ്നോഫിൽ കൗണ്ട്സ് നോക്കും. ഇസ്നോഫിൽ കൗണ്ട്സ് അല്ലെങ്കിൽ അബ്സലൂട്ട് ഇസ്നോഫിൽ കൗണ്ട്സ്. സോ റീസെന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് അലർജി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആന്റിജൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒരു പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്ത് ആവശ്യമില്ലാത്തൊരു വസ്തു ശ്വാസകോശം വഴി എൻട്രി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് വഴി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബോഡി എടുക്കുന്ന റെസ്പോൺസ് ആണ് ഇസ്നോഫിൽസ് പോയി ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത്. സോ ഇസ്നോഫിൽ ലെവൽ നോക്കുന്ന സമയത്ത് അത് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും റീസെന്റ് ആയിട്ടൊരു അലർജി ട്രിഗർ കുട്ടിക്ക് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക്
അപ്പം എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നില്ല. ചിലർ വ്യക്തമായിട്ട് വന്ന് പറയും, സാർ ഇന്ന ആഹാരം കഴിച്ചതിന് ശേഷമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഷെൽഡ് ഫിഷ്, നമ്മൾ യൂഷ്വലി കാണപ്പെടുന്നത് ഈ ഷെൽഡ് ഫിഷ്, അതായത് കക്ക, കണവ, കൊഞ്ച് ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ മിക്കുള്ള കുറേ പേർക്ക് അലർജി പ്രസന്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി തരും. ചിലർ പറയും സാർ ഇന്ന മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ്. സോ ആ ടൈമിൽ നമുക്ക് പെർട്ടിക്കുലറായിട്ട് അതിന് മാത്രമേ അവർക്ക് അലർജി ഉള്ളൂ, അതോ ഒന്നിലധികം ആഹാരത്തിനോടോ മെഡിസിനോടോ അലർജി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഈ എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നത്. പേരന്റ്സിന്റെ ഒരു ഡേറ്റ കീപ്പ് ചെയ്യേണ്ടവരുമായിരിക്കും. ഒന്നാമതൊരു ഫുഡ് ബുക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അവര് കഴിക്കുന്ന, അതായത് ഇപ്പം ഡൗട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് എഴുതിയ ടൈമും കാര്യങ്ങളും വെക്കുക. അതിനുശേഷം ഇത്ര മണിക്കൂറിന് ശേഷം എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ വന്നോ, ഇല്ലെങ്കിൽ അത് അവർക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ആ സമയത്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അന്നേരവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പുതുതായിട്ടൊരു ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഭക്ഷണം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ നട്ട്സ് ഐറ്റംസും, എല്ലാ കാണുന്ന നട്ട്സ് ഐറ്റംസും അവർക്ക് അലർജി കാണണമെന്നില്ല. ചിലപ്പോൾ പെർട്ടിക്കുലർ ഒരു നട്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ നട്ട്സും ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പെർട്ടിക്കുലറൈസ് ചെയ്ത് എന്താണ്, ഇപ്പം കാഷ്യൂ ആണോ ബദാമാണോ, അങ്ങനെ നമുക്ക് അറിയാനൊരു ബുദ്ധിമുട്ട് വരും. സോ ഇതിന്റെയൊക്കെ നമുക്ക് ആന്റിജൻ നമ്മൾക്കൊരു ചെറിയ തോതിൽ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളായിട്ട് ഡെർമലി സ്കിന്നിനകത്ത് ചെറിയ തോതിൽ കുത്തിവെക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് അതിന് ചുറ്റും എവിടെയെങ്കിലും തടുപ്പോ കാര്യങ്ങളോ ഉണ്ടോ നോക്കി അതിന് റിയാക്ഷൻ ഒരു സൈസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാം. അപ്പൊ അത് പോസിറ്റീവ് വരികയാണെങ്കിൽ അത് കാണിക്കപ്പെടുന്നത് ഇല്ല, അത് പെയിൻഫുൾ അല്ല. നമ്മളൊരു 30ഓളം കുഞ്ഞു ചെറിയ സ്പോട്ടിൽ ഒട്ടും പെയിൻഫുൾ ആയ ഒരു പ്രൊസീജിയർ അല്ല. വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം നോക്കും. അതൊരു പാച്ച് പോലെയാണ്. അതിനുശേഷം അത് എടുത്തൊക്കെ മാറ്റുമ്പോൾ അവിടെ അത് റിയാക്ഷൻ ഉണ്ടോ നമുക്ക് നോക്കും. ആ റിയാക്ഷൻ ഉണ്ടോ നോക്കുകയാണെങ്കിൽ അതിനോട് ബോഡിക്ക് അലർജി ഉണ്ട്. അത് നമ്മൾ കഴിവതും പൂർണ്ണമായും മരുന്നാണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ചുറ്റുപാടുമുള്ള സാഹചര്യത്തിൽ കാണപ്പെടുന്നതാണെങ്കിലും മാറ്റി നിർത്തിയാൽ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള എക്സാസർബേഷൻ, അലർജിയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, ഈ ഫുഡ് അലർജി ആയാലും അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ അലർജി ആയാലും ഒരു അനാഫിലാക്സിസ് റിയാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊരു സിവിയർ ആയിട്ട് ലൈഫ് ത്രെറ്റനിങ് വരെ, ജീവഹാനി വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷൻസ് ആണ്. ചിലർക്ക് ചില മെഡിസിൻ, ചിലർക്ക് ചില ഫുഡ് ഐറ്റംസ്, അതിൽ സംഭവിക്കാൻ ശ്വാസകോശം എല്ലാ ഭാഗത്തും നീരുകൾ വരിക, ശ്വാസമുട്ട് വരിക, അല്ലെങ്കിൽ അമിതമായിട്ട് ഓക്സിജൻ അളവ് കുറഞ്ഞു പോവുക. സോ അങ്ങനെയൊക്കെ ഭാവിയിലേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടി അലർജി ഉള്ളവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബേസിക് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഡയഗ്നോസിൽ എത്തുന്നത് വളരെയധികം നന്നായിരിക്കും. അതാണോ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന പലപ്പോഴും കൊഞ്ച് കഴിച്ച് മരണപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ കക്ക കഴിച്ചു, അങ്ങനെ വരുന്നത്? ചിലർക്ക് പാസ് ഹിസ്റ്ററി ഉള്ളത് അറിയില്ല. ചിലപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ പറയപ്പെടുന്നത് റീസെന്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഫ്രോസൺ മീറ്റിനോട് ചിലർക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണില്ല, ഫ്രോസൺ മീറ്റിനോട് അലർജി ഉള്ളതുപോലെ മിക്ക കേസസും അല്ലെങ്കിൽ പേഷ്യൻസും എന്ന് പറയാറുണ്ട്. സോ അത് ചിലപ്പം ഫ്രീസറിൽ വെച്ചതിന് ശേഷം അതിന്റെ പ്രോട്ടീനിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാരണമായിരിക്കാം. അത് പിന്നെ കഴിച്ചതിന് ശേഷം ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ചിലപ്പോൾ അവർക്കത് ലൂസ് മോഷനും വോമിറ്റിങ്ങും മാത്രമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ശരീരത്തിൽ നേരിയ തോതിലെ തടുപ്പുകൾ മാത്രമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. അപ്പം അത് മാത്രമല്ല, സ്കിൻ പ്രിക് ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെറം, നമ്മുടെ ബ്ലഡ് എടുത്തതിന് ശേഷം നമുക്ക് ലാബിൽ അയച്ചിട്ട് കുറച്ച് ആന്റിജൻസുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കിച്ചിട്ട് രക്തത്തിൽ അതിനെതിരായിട്ടുള്ള ആന്റിബോഡി ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് അലർജി കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 ടെസ്റ്റാണ് നമുക്ക് ബേസിക്കലി ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ സാർ, അപ്പം നമ്മൾ കുട്ടികളുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ഡയഗ്നോസ് ചെയ്യുന്ന രീതി പറഞ്ഞു. അപ്പം ഇത് കുഞ്ഞുനാളിൽ ഈ ഒരു ആസ്മ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ അത് പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ? ബേസിക്കലി ആസ്മയാലും അലർജിയാലും നമുക്ക് 100% ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. നമുക്കിത് ഒരു ഓൾമോസ്റ്റ് ഒരു 95% to 100% കൺട്രോളിൽ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, മെഡിസിൻ മാത്രമല്ല, ഇതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആസ്മ ഒരാൾക്ക് കൂടാനുള്ള ഒരു 5 റീസൺസ് ഇപ്പോൾ ആസ്മയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ, ലോകാരോഗ്യ സംഘടന WHO സബ് കാറ്റഗറിയിൽ വരുന്ന സംഘടനയാണ് ഗൈഡ് ലൈൻസ് ഇൻ ആസ്മ എന്ന് പറയുന്നത് ജിന ഗൈഡ് ലൈൻസ്. അത് ഓരോ വർഷവും മെയ് 3 ആസ്മ ദിനത്തിൽ ഓരോ വർഷവും അവർ പുതിയ ഗൈഡ് ലൈൻസ് അപ്ഡേറ്റഡ് വേർഷൻസ് ഇറക്കും. സോ അതിൽ പറയുന്ന കുറച്ച് ഫാക്ടേഴ്സും കൂടെ പറയണം നമ്മൾ. ഒരാളുടെ ആസ്മ, എനിക്കിപ്പോൾ ആസ്മയുണ്ട്, ഞാൻ മെഡിസിൻ മാത്രം എടുത്താൽ അത് കൺട്രോൾഡ് ആകില്ല. ആസ്മ എക്സാസർബേഷൻ അല്ലെങ്കിൽ ആസ്മ കൂടാനുള്ള 5-ഓളം റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺസ് എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ്. ഇപ്പൊ പേഷ്യന്റ് എനിക്ക് ആസ്മയുണ്ട്, ഞാൻ ഇൻഹേലർ എടുത്തു, പക്ഷെ ആസ്മ കുറയുന്നില്ല. ആ പേഷ്യന്റിന് സൈനസൈറ്റിസ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് അമിതമായിട്ട് പൂളോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ അങ്ങനെ വല്ലതും കുളിക്കുക, അല്ലെങ്കിൽ സമയം തെറ്റി കുളിക്കുന്ന ഒരു സാഹചര്യം, അമിതമായി തലയിൽ എണ്ണ തേക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് സൈനസൈറ്റിസ്
വരാം. ഐ മീൻ ലൈഫ് സ്റ്റൈൽ ശരിയല്ലാത്തതുകൊണ്ട് സൈനസൈറ്റിസ് വരാം. അതിൽ നിന്നും ആസ്മ ട്രിഗർ ചെയ്യാനുള്ള റീസൺ ഉണ്ട്. നമുക്കൊരു ശ്രോതാവ് കോൾ നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാനായിരുന്നു കേട്ടാ. ചോദിച്ചോളൂ. ഷെഫീഖ. ചോദിച്ചോളൂ. പിന്നെ എന്റെ കൊച്ചിന് 1 വർഷമായി കേട്ടാ, അലർജിയുടെ അസുഖമായി. കുഞ്ഞിനെ ഓരോ ആശുപത്രികളെ കൊണ്ട് കാണിച്ചു. രാത്രി ആകുമ്പോ ഛർദിലും വയറ്റിനകത്ത് കത്തലും ഒരുമാതിരി എരിച്ചിലല്ലാന്ന് പറയും. ഇപ്പഴും ഛർദിലാ കുഞ്ഞിന്. അലർജിയുടെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക കേട്ടാ. കുഞ്ഞിന്റെ വയസ്സെന്ന് പറയാമോ? 6. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടി. ആദ്യമായിട്ട് വന്ന സിംറ്റം എന്തായിരുന്നു? ഇത് ഈ വയറ്റിന്ന് ഉള്ള ബുദ്ധിമുട്ടും ഛർദിലും തന്നെയായിരുന്നോ അതോ ചുമയോ? സ്കൂളിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ ഛർദില്ല. സ്കൂൾ ബസ്സിന്റെ അകത്ത് കയറിയതാ ആദ്യം തുടക്കം. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സ്കൂളിൽ നിന്ന് ആഹാരം കഴിച്ചായിരുന്നു. അവിടെ പോയിട്ട് ആഹാരം കഴിച്ച് പറഞ്ഞു, ഉമ്മി എനിക്ക് ആഹാരം പിടിക്കുന്നില്ല, ആഹാരം കൊള്ളത്തില്ല എന്ന് പറയും. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തു വിടും കേട്ടാ. തുമ്മലും ചുമയൊക്കെ വരുന്നുണ്ടോ? തുമ്മലുണ്ട്. കാലപോലെ കഫം വരും. ഇപ്പൊ നമ്മൾ ഒരാഴ്ചക്ക് നമ്മൾ മരുന്നെല്ലാം കൊടുത്ത് കുറഞ്ഞിങ്ങോട്ട് മാറി നിൽക്കും കേട്ടാ. അതേ സ്പീഡിൽ തന്നെ അടുത്ത ആഴ്ച ആകുമ്പോ പിന്നെയും തുടങ്ങും. അതേ അസുഖം തന്നെ വരും. എപ്പോഴെങ്കിലും മൂക്കില് സ്പ്രേ അടിക്കുക, മൂക്കില് മരുന്ന് അങ്ങനൊന്നുമില്ല. അലർജിയുടെ സിറ്റീസ് ഒന്നും ഇല്ല, അത് മാത്രം കൊടുക്കും. ഇതിനൊരു പ്രോപ്പർ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് മൂക്കിൽ ഒഴിക്കാനുള്ള മരുന്നോ സ്പ്രേ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, സലൈനയുടെ ഡ്രോപ്സ് ഇല്ലേ, അത് തന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ വാ തുറന്നു വെച്ചിട്ടാണോ കുഞ്ഞുറങ്ങുന്നത്? തൊണ്ടക്കകത്ത് ഇങ്ങനെ ചെറിയ കുത്തു ഏറെ കുത്തുന്നു പറഞ്ഞാണ് കരച്ചില്ല രാത്രി. മനസ്സിലായി. വാ തുറന്നു വെച്ചിട്ടാണോ കുഞ്ഞുറങ്ങുന്നത്? അല്ല, ചെറുതായിട്ട് വാ തുറന്നിട്ടാ ഉറങ്ങുന്നത്. കുഞ്ഞിന് വേണ്ട ഒരു ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഒരു ENT ഡോക്ടറിനെ കണ്ടിട്ട് ENT ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അഡിനോയിഡ് ഉണ്ടോന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. അഡിനോയിഡോ ടോൺസിലിന്റെ ബുദ്ധിമുട്ടുണ്ടോന്ന് റൂൾ ഔട്ട് ചെയ്യണം. ആഹാരം കൊടുക്കുമ്പോൾ എരിവും എണ്ണയും ചേർന്ന ആഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ള എണ്ണയും എരിവുമുള്ള ആഹാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആഹാരം കൊടുത്ത ഉടനെ കുഞ്ഞിനെ കിടത്താതിരിക്കുക. കുറച്ചു നേരം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഉറക്കാൻ ശ്രമിക്കുക. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ശരിക്കും വെള്ളം കൊടുക്കുക. ENT ഡോക്ടറെ കണ്ടിട്ട് അഡിനോയിഡ് ENT ഡോക്ടറെ കണ്ടിട്ട് അഡിനോയിഡ് ഉണ്ടോന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. അഡിനോയിഡും ടോൺസിലും ഉണ്ടോന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. ശരി, വിളിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും സാർ നമ്മൾ പറഞ്ഞു നിർത്തിയത് കംപ്ലീറ്റ് റിക്കവറി ഇല്ല, ഇത് കൺട്രോളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു സാർ. ഇപ്പം ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഒരു ഭയമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭയത്തിന്റെ യാതൊരു കാരണവും ആവശ്യമില്ലല്ലോ അല്ലേ? അതെ. അതിന് മുന്നേ ഒരു ചെറിയ കറക്ഷൻ. കംപ്ലീറ്റ് റിക്കവറി ഇല്ല എന്നല്ല, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 95 to 96% നമുക്ക് ഇത് കൺട്രോളിലാക്കാൻ പറ്റും. സോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പേഷ്യൻസ് ഉണ്ട്. അതായത് ഇനിഷ്യലി 1-2 സ്റ്റേജ് വന്നിട്ടുണ്ട്, 3 months മെഡിസിൻസ് എടുത്ത് പിന്നെ അവർ എക്സാസർബേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നിന്ന് അതെ, ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഫൈനലി അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാസർബേഷൻ വീണ്ടും ഇങ്ങനെയുള്ള സിംറ്റംസ് വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഓൾമോസ്റ്റ് അങ്ങനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഏകദേശം അസുഖം മാറിയൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. സാർ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇനി സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ആസ്മ, അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, നമ്മൾ അഡൽട്ട് ഓൺസെറ്റ് ഓഫ് ആസ്മ 20 വയസ്സിന് ശേഷമുള്ളവരിലാണ് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. യൂഷ്വലി പറയപ്പെടുന്ന സ്റ്റഡീസ് ആണ്, കുറച്ച് സ്റ്റഡീസ് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾ ഒന്ന് പ്രായപൂർത്തിയാവുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്ത്. സോ വൺസ് ഇവർക്ക് ആസ്മ ഉണ്ടെന്നുണ്ടെങ്കിലും കൺട്രോൾഡ് ആണെങ്കിലും പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇതിനൊരു എക്സാസർബേഷൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ചില സമയത്ത് പ്രഗ്നൻസി ഒരു 4 മാസം 5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു എൻഡ് ഓഫ് പ്രഗ്നൻസി വരെയൊക്കെ കുറച്ച് ശ്വാസമുട്ടും കാര്യങ്ങളും കാണുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കോറിലേറ്റ് ചെയ്യാം. ഒരു പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ്, അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന സൈനസൈറ്റിസ്, ഹോർമോണിലെ വ്യതിയാനത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന സൈനസൈറ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വീണ്ടും നമുക്ക് ആസ്മ ട്രിഗർ ചെയ്യുന്നത് നമുക്ക് കാണപ്പെടാം. സ്ത്രീകളിൽ വീണ്ടും പറയുന്നത് അവർക്കൊരു എക്സ്പോഷർ ചുറ്റുപാടിൽ നിന്നുള്ള എക്സ്പോഷർ. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ഒരു ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം ടു കാസർഗോഡ് കണ്ടിന്യൂസ് ആയിട്ട് റോഡിന്റെ വർക്ക് നടക്കുകയാണ്. സോ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന നമ്മളെ ഇപ്പോൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന റിക്കറന്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ ദിവസവും വൈകിട്ടാവുന്ന സമയത്ത് നെഞ്ചിറുക്കം അല്ലെങ്കിൽ ശ്വാസമുട്ട് തോന്നുന്നുണ്ട്, വീസിങ് തോന്നുന്നുണ്ട്, അമിതമായിട്ട് ചുമ തോന്നുന്നുണ്ട്. സോ
അങ്ങനെയുള്ള പ്രിക്വേഷൻസ് എടുത്താൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു സിംറ്റം ബേസിക്കലി വീസിംഗ് ആണ്. വീസിംഗ് എന്ന് വെച്ചാൽ വലിവ് അല്ലെങ്കിൽ നെഞ്ചിറക്കം. പിന്നെ നമുക്കൊരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? എന്റെ പേര് നസീമ, ഞാൻ IT വിളിക്കുന്നു. ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്. എനിക്ക് ഭയങ്കര ശ്വാസമുട്ട. 7 വർഷം കൊണ്ട് ഗുളിക കഴിച്ചു ഞാൻ. അലർജിയുടെ അസുഖമുണ്ട്. രാത്രിയായ മൂക്കിന്റെ അകം അങ്ങ് ചൊറിച്ചിലും തൊണ്ടയൊറിച്ചിലും ഒക്കെ. രാത്രിയായ ഒരു വക എനിക്ക് ചെയ്യാനൊക്കത്തില്ല. ശ്വാസമുട്ട് കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. നസീമയുടെ പ്രായം എന്ന് പറയാമോ? 45 വയസ്സ്. 45 വയസ്സ്. നസീമ, ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഒരേ തോതിൽ തന്നെയാണോ ശ്വാസം മുട്ട് നിൽക്കുന്നത്, അതോ വർഷങ്ങൾ കഴിയുന്നതിനകത്ത് ശ്വാസം മുട്ട് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആദ്യം 250ന്റെ ഗുളികയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതെ. അത് കഴിഞ്ഞ് ഇപ്പം കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞ് അത് 100ന്റെ ആക്കാൻ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ അതാണ് കഴിക്കുന്നത്. ഓക്കെ. നസീമ, ഷുഗറോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഒന്നുമില്ല. വീട്ടിലെ മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും? പൂച്ചയുണ്ട്. പൂച്ച വീട്ടിനകത്തൊക്കെ കയറാറുണ്ടോ? ഉണ്ട്. ഒരു ബെസ്റ്റ് ട്രിഗർ എന്ന് പറയുന്നത് പെറ്റ് എക്സ്പോഷർ തന്നെയാണ്. അതിന്റെ രോമങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രോമങ്ങൾ, അത് കാരണമായിരിക്കണം നസീമയ്ക്ക് വീണ്ടും വീണ്ടും എക്സാസർബേഷൻ വരുന്നത്. സോ ഒന്ന് ഇൻഹേലറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇൻഹേലർ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അത് പൂച്ച ഇതിന് ഇപ്പോഴാ വന്നത്. ഇതിന് മുമ്പും പൂച്ചയൊന്നും ഇല്ലായിരുന്നു. അല്ല നസീമ, മുന്നേ നസീമയ്ക്ക് ആസ്മ അലർജിയും കാണും. അതിപ്പം കൂടാനുള്ള റീസൺ അല്ലെങ്കിൽ ഇപ്പം മെഡിസിൻ കഴിച്ചിട്ടും അതിനകത്ത് കംപ്ലീറ്റ് റിക്കവറി വരാത്തത് ഈ മൃഗങ്ങളുടെ എക്സ്പോഷർ കൊണ്ടായിരിക്കും. സോ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, മാറ്റി നിർത്താൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻഹേലർ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സിംറ്റമാറ്റിക് റിലീഫ് വരുന്നതും നമുക്ക് പെട്ടെന്ന് മെഡിസിൻ നിർത്താൻ പറ്റുന്നതുമായ ഒരു കണ്ടീഷൻ ഇൻഹേലർ ആണ്. സോ ഒരു ഡോക്ടർ നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, ഇത് വലിക്കുന്നോണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇൻഹേലർ വലിക്കുന്നതുകൊണ്ടോ? ആ. അപ്പം ഇൻഹേലർ വലിക്കുന്നുണ്ടോ? ഇപ്പോഴും വലിക്കുന്നുണ്ട്. അത് രാത്രി കഴിക്കാതെ കിടക്കാന്ന് ഭയങ്കര ശ്വാസം മുട്ട, എനിക്ക് ഉറങ്ങാൻ. മനസ്സിലായി. അപ്പം ഇൻഹേലർ പ്രോപ്പർ ഡോസിംഗ് ആണോ എന്ന് നോക്കണം. ഊതുന്ന ടെസ്റ്റ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്വാസകോശ നിറഞ്ഞ ടെസ്റ്റ്? ഇല്ല. ഒരു ദിവസം ഇൻഹേലർ എടുക്കാതെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഊതുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ശരാശരി ഒരു സ്ത്രീക്ക് ഊതുന്ന, നസീമയുടെ പ്രായം ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു സ്ത്രീക്ക് ഊതാൻ പറ്റുന്നത്ര നസീമയ്ക്ക് ഊതാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ഇൻഹേലറിന്റെ ഡോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതേണക്കാ ഗുളിയെ കഴിക്കാതെ എനിക്കാണെങ്കിൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഭയങ്കര ശ്വാസമുട്ട. മനസ്സിലാവുന്നുണ്ട്. നസീമ, മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മൂക്കിലോട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വായിലോട്ട് എന്തെങ്കിലും ചെന്നാൽ മാത്രമേ, അതായത് പൊടിയോ പുകയോ രോമങ്ങളോ എന്തെങ്കിലും ചെന്നാൽ മാത്രമേ നമുക്ക് ഈ തുമ്മലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. സോ ഫസ്റ്റ് ഒന്ന് പൂച്ചയെ അത്യാവശ്യമായിട്ട് തന്നെ മാറ്റുക. ഒരു 1 മന്ത് പൂച്ചേനെ മാറ്റി നിർത്തുക. അതിനുശേഷം ഈ സെയിം മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ഊതുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അഡിക്വേറ്റ് ആണ്, ഈ ഡോസ് മതിയോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതിൽ തന്നെ അത്യാവശ്യം നസീമയ്ക്ക് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. വിളിച്ചതിന് നന്ദി. മറ്റൊരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, എനിക്ക് അലർജിന്റെ പ്രശ്നമാണ്. ശ്വാസം മുട്ടലും ഉണ്ട്. ഒരു 10-15 വർഷത്തോളായിട്ടുണ്ട്. ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഈ രാവിലെ ഒക്കെ എണീറ്റ് മുഖത്തിൽ വെള്ളം കൊള്ളുമ്പോഴൊക്കെ പ്രായം ഒന്ന് പറയാമോ? 24. ഏകദേശം 15 വർഷം കൊണ്ട് ശ്വാസം മുട്ടുണ്ട്. അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും ഈ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പോഴില്ല. എനിക്ക് അലർജിന്റെ പ്രശ്നം ഭയങ്കര കൂടുതലാണ്. ഇപ്പം ശ്വാസം മുട്ടില്ല? ഇല്ല, അതെനിക്ക് ഈ വലിയ ശ്വാസം മുട്ടൊക്കെ. ഇപ്പം വലിവും ശ്വാസം മുട്ടും ഇല്ല, അലർജിയും തുമ്മലിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്? അതെ. ഇപ്പൊ നിലവിലില്ല. സീസണലി എനിക്ക് ഉണ്ടാവും ഓപ്ഷനൊക്കെ, വലിവൊക്കെ. ഓക്കെ. വീട്ടിലെന്തെങ്കിലും എക്സ്പോഷർ കാര്യങ്ങളുണ്ടോ? വളർത്തുമൃഗങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല. റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നതാണോ? അതെ. ഈ തുമ്മലും ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് മാത്രമാണോ മെഡിസിൻ കഴിക്കുന്നത്, അതോ ഒരു 1 മന്ത് കോഴ്സ് ഒക്കെ എടുത്ത് നിർത്തിയിട്ടുണ്ടോ? 1 മന്ത് 2 മാസമൊക്കെ അടുപ്പിച്ച് മോണ്ടയ്ക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം
ഓപ്പണായിട്ട് എടുക്കാറുള്ളൂ. എടുക്കാം. തുമ്മൽ അലർജി ഒക്കെ വരുമ്പോ ഒരു ദിവസം ഗുളിക എടുത്തില്ല, പിറ്റേ ദിവസം സിംറ്റംസ് വരുന്നുണ്ടോ? വരാറുണ്ട്. ശരി. എപ്പോഴെങ്കിലും രക്തത്തിലെ ഇസ്നോഫിൽസ് നോക്കിയിട്ടുണ്ടോ? IgO ഇസ്നോഫിൽസ് എന്തെങ്കിലും? ഞാൻ ഈസിനോഫിൽസ് നോക്കിയായിരുന്നു. പിന്നെ AECയോട് ഒന്ന് ചെയ്തായിരുന്നു. ഓക്കെ. AEC ഒക്കെ നോർമലായിരുന്നു. ഇസ്നോഫിൽസ് നോർമലാണ്. അതെ അതെ. ചുറ്റുപാടിൽ നിന്നുള്ള എക്സ്പോഷർ തന്നെയായിട്ടാണ് തോന്നുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ് ഉൾപ്പെടെ നമ്മൾ കിടക്കയിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ഇതെല്ലാം നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വസ്തുവിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൊള്ളുമ്പോൾ മാത്രമേ രാവിലെ ഭയങ്കര തുമ്മലുണ്ട്. ഒരു 1/2-3 മണിക്കൂറോളം കഠിനമായ തുമ്മലുണ്ടായിരുന്നു രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോഴൊക്കെ. ഓക്കെ. ഏത് ഒരു ടൈമിലാണ്? ഒരു 7 ഒക്കെ മുന്നേ ആണോ? അതെ അതെ, രാവിലെ എണീറ്റിട്ട് മുഖം കഴുകുമ്പോഴൊക്കെ ഉറപ്പായിട്ടും. നിർത്താണ്ട് ഒരു തുമ്മലുണ്ടാവും. യൂഷ്വലി ചിലരിൽ ഇത് കാണപ്പെടാറുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയുടെ അളവ് വേരിയേഷൻ കാണും. അത് ഒന്നാമത്തെ റീസൺ ആയിരിക്കും. അപ്പം നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ തണുപ്പിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മൂക്കിനകത്തുള്ള സെൽസ് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സിംറ്റംസ് വരിക. സൈനസൈറ്റിസ് ഉണ്ടോന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സൈനസൈറ്റിസും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാണിച്ചിരുന്നു, ഒന്നിലധികം ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. ഓക്കെ. ഒരു സെറം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഒരു സെറം IgEയും ഒരു എക്സ്റേ PNS എന്ന് പറയും. ഇതൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ സെക്രീഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സെറം IgE കേൾക്കുന്നില്ല. ഹലോ. ഇന്ത്യൻ എക്സ്റേ ആയിരുന്നു സർ. എക്സ്റേ PNS എന്ന് പറയും. നമ്മുടെ ഈ സൈനസിന്റെ ഒരു എക്സ്റേ എടുക്കുക, സെറം IgE ലെവൽസ് ഒന്ന് നോക്കുക, അതിനനുസരിച്ച് മെഡിസിൻസ് കഴിച്ചാൽ മതി. ഡീവോം ചെയ്യുക, അതായത് വിരയുടെ ഗുളിക കഴിക്കുക. അത് AEC ലെവൽസ് ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 6 months കൂടുമ്പോൾ അല്ല എന്നപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അതെ അതെ. അപ്പം സെറം IgEയും ഒരു എക്സ്റേ PNSും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 month സ്റ്റിറോയിഡിന്റെ ഒരു ചെറിയ ഡോസ് സ്പ്രേ യൂസ് ചെയ്യുക, നേസൽ സ്പ്രേ യൂസ് ചെയ്ത് 1 month യൂസ് ചെയ്ത് ടാപ്പർ ചെയ്യുകയാണെങ്കിൽ സിംറ്റംസിന് നല്ല വ്യത്യാസം വരുന്നതായിരിക്കും. സ്പ്രേ യൂസ് ചെയ്തിരുന്നു അലർജിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതിന്റെ ഡോസ് പാർശ്വഫലങ്ങളുണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അധികം ഉപയോഗിക്കാൻ പാടില്ല. കോമ്പിനേഷൻ സ്പ്രേകളിലാണ് കൂടുതലായിട്ട് സൈഡ് എഫക്ട് കാണുന്നത്. സിംഗിൾ മോളിക്കുള്ള സ്പ്രേയിലാണെങ്കിൽ സൈഡ് എഫക്ട് കുറവാണ്. സാറിന്റെ അഭിപ്രായത്തിൽ ഏതായിരിക്കും നല്ലത്? മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്ലൂട്ടിക്കാസോൺ ആയിരുന്നു. ഏജ് പറഞ്ഞത് എത്രയായിരുന്നു? 24. ഒരു സെറം IgE ലെവൽസും കൂടെ നോക്കണം. പിന്നെ എക്സ്റേ PNSും കൂടെ നോക്കണം. സെക്രീഷൻസ് ഉണ്ട്, ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്പ്രേയിലേക്ക് പോകാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊമെറ്റസോണോ ഫ്ലൂട്ടിക്കസോണോ പ്ലെയിൻ ആയിട്ടുള്ള സ്പ്രേ യൂസ് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അലർജിന്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? അലർജിയുടെ ഗുളിക അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്നോഫിൽ കൗണ്ട്സും IgE ഒക്കെ നോർമൽ ആണെങ്കിൽ അലർജിയുടെ ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത് ഒരു 1 to 2 months കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇടയ്ക്കൊരു ബ്രേക്ക്. അലർജിന്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ പാർശ്വഫലങ്ങളുണ്ട്. അലർജിയുടെ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു 2 മാസത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ട്. ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ പോലും സാധിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സാർ, നമ്മൾ മഴക്കാലവും ആസ്മയും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു ശ്രോതാവ് ലൈനിൽ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്. ഡോക്ടർ, മോന് ഇപ്പോൾ 8 വയസ്സായിട്ടുണ്ട്. അതെ. അവനാണെങ്കിൽ ഒരു 3-4 വയസ്സ് മുതലേ ഇതുപോലെ അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു ദിവസം അന്ന് പറഞ്ഞ ഒരു 4-5 വയസ്സ് കഴിയുമ്പോഴത്തേന് റിക്കവർ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ആദ്യമൊക്കെ ഒരു 3-4 വയസ്സുള്ള സമയത്ത് വർഷത്തിലൊരു 3-4 തവണയെങ്കിലും ഇതുപോലെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴോ അല്ലെങ്കിൽ പുകയടിക്കുമ്പോഴോ ഒക്കെ ശ്വാസം മുട്ടൽ വന്നിട്ട് വലിവ് വരും. അതെ. അപ്പൊ അങ്ങനെ പല സമയത്തും അഡ്മിറ്റ് ആകും. അങ്ങനെ ഇപ്പൊ ആണെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് വർഷത്തിലൊരു 1-2 തവണയെ വരാറുള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ എല്ലാ ദിവസവും മിക്കവാറും ചില ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കും തുമ്മലാണ് ആദ്യം കുറെ നേരം. എല്ലാ ദിവസവും ഇല്ല, എന്നാൽ ചില ദിവസങ്ങളിൽ നല്ല തുമ്മല. അതെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പം ഒരു തുമ്മല് വന്ന് പിറ്റേ ദിവസമായപ്പോഴത്തേ നല്ല ശ്വാസം മുട്ടലായി. അങ്ങനെ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേന് ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. 79-78 ലെവലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ശ്വാസം മുട്ട് പറയാറുണ്ടോ കുഞ്ഞ്? ഈ വലിവ് വരാറുണ്ട്. പ്രായം ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ 8 വയസ്സ്. 8 വയസ്സായി. വാ തുറന്നു വെച്ചിട്ടാണോ കുഞ്ഞുറങ്ങുന്നത്?
അല്ലല്ല, പക്ഷെ കൂർക്കമ്പലിയുണ്ട്. കൂർക്കമലയുണ്ട്. ഓക്കെ. ഏതെങ്കിലും ENT ഇവാലുവേഷൻ എടുത്ത് ടോൺസിലോ അഡിനോയിഡോ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, നോക്കിയില്ല. ഇപ്പൊ ഈ ഡോക്ടറെ കാണിച്ചായിരുന്നു. ചെവി വേദന പറയുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇല്ല, ചെവിവേദനയൊന്നും പറഞ്ഞിട്ടില്ല. ചെവി വേദന പറയുന്നില്ല. ഓക്കെ. ഇൻഹേലർ മൂക്കിൽ എടുക്കുന്നു? തൊടരുത്, എനിക്ക് മൂക്കിൽ തൊട്ട് കഴിഞ്ഞാൽ പുള്ളി പറയാൻ നേരം എനിക്ക് മൂക്കിൽ തൊടണ്ട, തുമ്മല് വരും പറഞ്ഞ് മൂക്കിൽ തൊടാൻ സമ്മതിക്കത്തില്ല. വീണ്ടും ചോദിക്കുകയാണ്, വീട്ടിൽ വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ, ഉണ്ട്. എന്താണുള്ളത്? പട്ടി. വീട്ടിനകത്ത് കയറാറുണ്ടോ? അകത്ത് കയറത്തില്ല, പക്ഷെ ഒരു പട്ടിയെ പിടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ പട്ടി വരുന്നതിന് മുമ്പ് തന്നെ അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, ഞാനതാ പറഞ്ഞത്, അന്നും അലർജി കാണും. ചിലപ്പോൾ അന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പൂമ്പൊടിയിനോടോ ഡസ്റ്റിനോടോ വീട്ടിനകത്തുള്ള മാറാലകളോടോ എന്തിനോടെങ്കിലും ആയിരിക്കും. പക്ഷെ അതിപ്പം റിക്കറന്റ് ആയിട്ട് വീണ്ടും വരുന്നതിനൊരു വലിയ എക്സാമ്പിൾ, അത്യാവശ്യം ഈ ഫറുള്ള പട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിംറ്റംസ് കൂടുതലായിട്ട് വരാം. അപ്പം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന മൂക്കിലാണ്. അപ്പം ഇത് മൂക്കിലൂടെ ഈ രോമങ്ങൾ, മൃഗങ്ങളുടെ രോമങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പൂപ്പലുകൾ ചെല്ലുന്ന സാഹചര്യത്തിൽ നമ്മുടെ മൂക്കിന്റെ റെസ്പോൺസ് ആണ്, മൂക്കിന്റെ ഗ്രന്ഥികളുടെ റെസ്പോൺസ് ആണ് അതിനെ തുമ്മി പുറത്താക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. സോ കുഞ്ഞ് ഓരോ പ്രാവശ്യവും ഈ ചിലപ്പം നമ്മൾ പട്ടിനെ പിടിക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സിലും അല്ലെങ്കിൽ തലമുടിയിലൊക്കെ പറ്റിയിരിക്കുന്നത് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫാൻ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ റൂമിൽ സ്പ്രെഡ് ആവുകയും അത് ശ്വസിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അത് ഉള്ളിൽ പോയിട്ട് ബോഡി അത് പുറത്ത് കളയാനുള്ള റെസ്പോൺസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആസ്മയിലും അലർജിയിലും ഏറ്റവും അധികം നമ്മൾ മാറ്റി നിർത്തേണ്ട പെറ്റ് എക്സ്പോഷറാണ്. അത് മാത്രമല്ല, അത്യാവശ്യമായിട്ട് കുഞ്ഞിന് വേണ്ടി ഒരു അഡിനോയിഡോ ടോൺസിലോ ഉണ്ടോന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഒരു ചെറിയ എക്സ്റേയിലൂടെ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അഡിനോയിഡോ ടോൺസിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഡോസ് സ്പ്രേ എടുത്ത് ഓൾമോസ്റ്റ് ഒരു 3 months യൂസ് ചെയ്യുമ്പോൾ തന്നെ സിംറ്റംസ്. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ മൂക്കില് അടിക്കാൻ ഒരു സ്പ്രേ അല്ലാതെ മറ്റേ വായിലൂടെ അടിക്കുന്ന സ്പ്രേ ഉണ്ട്. ഓക്കെ. അപ്പം ഇതിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇപ്പം ഒരാഴ്ച ആയില്ല. അതെ. അപ്പം സാറും അഡിനോയിഡ് സസ്പെക്ട് ചെയ്തത്, ഡോക്ടർ അഡിനോയിഡ് സസ്പെക്ട് ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ സ്പ്രേ തന്നത്. അഡിനോയിഡിന്റെ ബേസിക് ട്രീറ്റ്മെന്റ് ആണ് ആ സ്പ്രേ. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കൊരു സൈഡ് വ്യൂ എന്നുള്ള ലാറ്ററൽ വ്യൂ നേസോഫാരിങ്സിന്റെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റും. സോ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും എക്സ്റേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് എത്ര ശതമാനം ഈ ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ട്, അതോ ഗ്രന്ഥി ഇല്ലാത്ത. ഡോക്ടർ എക്സ്റേ ഏതിന്റെ ഭാഗത്താണ് എടുക്കേണ്ടത്? ലാറ്ററൽ വ്യൂ നേസോഫാരിങ്സ് എന്നാണ് പറയുന്നത്. നേസോഫാരിങ്സ് അത് നിങ്ങളൊരു ഡോക്ടറോട്, ശ്വാസകോശത്തിന്റെ അല്ല കഴുത്തിന്റെ എക്സ്റേ ആണ് അത് വരുന്നത്. കഴുത്ത് മൂക്കിന്റെ എക്സ്റേ. അതൊരു നിങ്ങളുമായിട്ടുള്ള അടുത്തുള്ള ഡോക്ടറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അതൊന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ഇൻഹേലർ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക, പതുക്കെ കൊണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ നോക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു, എത്രത്തോളം മെഡിസിൻ എടുക്കുന്നോ അതിലുപരിയായിട്ട് നമ്മൾ ചുറ്റുപാടിൽ നിന്നുള്ള കുഞ്ഞ് കിടക്കുന്ന റൂം വൃത്തിയായിരിക്കുക, റൂമിന്റെ അടിയിൽ ബെഡിന്റെ അടിഭാഗത്തുള്ള ഈ ബൈൻഡ്, പഴയ ബാഗുകൾ, പുസ്തകങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തുക. ചിതല് പൂപ്പലില്ലാതിരിക്കുക. രാത്രി സമയങ്ങളിൽ എരിവ് കുറഞ്ഞുള്ള ആഹാരങ്ങൾ കഴിക്കുക. അത് മാത്രമല്ല, നമ്മൾ പൂമ്പൊടി അല്ലെങ്കിൽ ചെടികളുടെ അടിഭാഗത്ത് അധികം നേരം ഇരിക്കാതിരിക്കുക. പിന്നെ പെറ്റ്സിനെ, നമ്മുടെ മൃഗങ്ങളുടെ പൂർണ്ണമായും കിളികൾ, കോഴി, പ്രാവ് അങ്ങനെയുള്ള പിന്നെ നമ്മുടെ പൂച്ച, അതിനെയൊക്കെ മാക്സിമം ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ശരി. കൊടുക്കുന്നത് ഡോക്ടറെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണോ, അതോ എന്താ ചോദ്യം വ്യക്തമായില്ല? ഈ സ്പ്രേ ഇപ്പൊ കൊടുത്തായിരുന്നല്ലേ സ്പ്രേ ചെയ്യാനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മെഡിസിൻ എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ടാപ്പർ ചെയ്ത് നമുക്ക് പതുക്കെ കൊണ്ട് നിർത്താൻ പറ്റും. പക്ഷേ ഈ ചുറ്റുപാടിൽ നിന്നുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ കുഞ്ഞിന് നമ്മൾ വൺസ് സ്പ്രേ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും സിംറ്റംസ് വരും. സോ നമ്മൾ ചുറ്റുപാടും ഒന്ന് വൃത്തിയുള്ളൊരു സാഹചര്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പോഷർ, അതായത് ഈ രോമങ്ങളൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം എത്രത്തോളം കുഞ്ഞിന് വ്യത്യാസമുണ്ടോ അതിനനുസരിച്ച് ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാം. ഒരിക്കലും അധികം നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരത്തില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ. വിളിച്ചതിന് നന്ദി സർ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ പെറ്റ് എക്സ്പോഷർ 2-3 കേസ് ഇപ്പൊ നമുക്കിപ്പം വിളിച്ച് ഓരോ കോളേഴ്സ് പറഞ്ഞിരുന്നു. സർ, അത്രയ്ക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആസ്മയ്ക്ക് അതൊരു റീസൺ ആണോ? ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പം ഇത്രയും കോൾ വന്നതിനകത്ത് പറയുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരും കൺവിൻസ്ഡ് ആവില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ ആയിരിക്കും നമ്മൾ ഈ പെറ്റ്സിനെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒപ്പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് പറയും, എൻ്റെ റൂമിൽ തന്നെയാണ് പൂച്ചയാലും കിടക്കുന്നത്, പട്ടിയാലും കിടക്കുന്നത്, അല്ലെങ്കിൽ അമിതമായിട്ട് കിളികൾ കാണാതിരിക്കും. സോ
നമുക്ക് ആസ്മ അലർജി ഉള്ളവർക്ക് 100% പെറ്റ് എക്സ്പോഷർ ഒരു ഫാക്ടർ തന്നെയാണ്. അത് അവരിലുള്ള രോമങ്ങൾ നമ്മൾ അറിഞ്ഞു അറിയാതെ. അപ്പം ചിലർ വന്ന് പറയും, സാർ ഞാൻ പെറ്റിന്റെ അടുത്ത് പോകുന്നില്ല, എന്റെ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ, ഞാൻ കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും വേറെ ആളിൽ നിന്ന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇപ്പം ഈ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരാള് പ്രോപ്പറായിട്ട് കൈയോ തലയോ ഒന്നും വൃത്തിയാക്കാതെ അല്ലെങ്കിൽ ശരീരം വൃത്തിയാക്കാതെ അവരുടെ ഡ്രസ്സുകളിൽ ഇതിന്റെ രോമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഡാൻഡർ, താരൻ, ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയും ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് റൂമോ കാര്യങ്ങളോ ഷെയർ ചെയ്യും. അവിടെ ഫാൻ ഉണ്ടെങ്കിൽ പരസ്പരം ഇവർക്ക് എക്സ്പോസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ പെറ്റ് എക്സ്പോഷർ അത് ഏതൊരു മൃഗമാണെന്നുണ്ടെങ്കിലും ആസ്മ അലർജി ഉള്ളവർക്ക് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് മാറ്റി നിർത്തുക. അതിനുശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും എക്സ്പോഷർ വരാതിരിക്കാൻ നോക്കുക. അല്ലാതെ മെഡിസിൻ മാത്രം എടുത്ത് വീണ്ടും ഇങ്ങനെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ സിംറ്റംസ് മാറാനുള്ളത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് എനിക്ക് ഓൾറെഡി അസുഖം ഉണ്ടായിരുന്നല്ലോ, പൂച്ചയോ അല്ലെ പട്ടിയോ വളർത്തുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പിന്നെ എന്തിനാ അതിനെ വളർത്തിയതിന് ശേഷമാണ് ഈ ഒരു ഇഷ്യൂ പറയുന്നത്? അതാണ് പറഞ്ഞത്. നമുക്ക് പണ്ട് നമുക്കൊരു എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിനോട് അലർജി കാണായിരിക്കും. സോ അവർ ആസ്മാറ്റിക് ആയിരിക്കും, അല്ല അലർജി കാണായിരിക്കും. അത് ഇപ്പം ഇത് വേഴ്സൺ ആവാനുള്ള, ഇപ്പം 1-2 കോളേഴ്സ് പറഞ്ഞു അവർക്ക് മെഡിസിൻ എടുത്തിട്ട് മതിയാകുന്നില്ല. സോ പണ്ട് കൺട്രോൾഡ് ആയിരുന്ന ഒരു അലർജി, ആ മെഡിസിൻ എടുത്ത് കൺട്രോൾഡ് ആയിരുന്ന ഒരു അലർജി ചിലപ്പോൾ ഒരു ആന്റിജൻ പുറത്തുനിന്ന് അവർക്ക് ഇഷ്ടം നമ്മുടെ ശരീരത്തിന് പറ്റാത്തായിട്ട് ഒരു ആന്റിജനെ കാണുന്നുള്ളൂ. ഇപ്പൊ ഒന്നിലധികം ആന്റിജൻ വരുമ്പോൾ അവർ ഇമ്മ്യൂണിറ്റി അത്രത്തോളം കൂടിയിട്ട് അവർക്ക് സിംറ്റംസ് വരുന്നത്. സോ അതിൽ ഒന്ന് ഈ പെറ്റാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും പെറ്റുകൾ മാത്രം കാരണം ആസ്മയോ അലർജി വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ള ഫാക്ടേഴ്സിന്റെ കൂടെ ഇത് ആഡഡ് ആയിട്ട് എപ്പോഴും ഒരു പെറ്റ് എക്സ്പോഷർ ആഡഡ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വളരെയധികം. ഞാൻ അവസാനം പറയാനിരുന്ന ടിപ്സിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ് പെറ്റ് എക്സ്പോഷർ. നമ്മളെ വീട്ടിന് ചുറ്റും ഇത്ര മീറ്ററിനുള്ളിൽ നമുക്ക് പെറ്റ്സ് പാടില്ല, അല്ലെങ്കിൽ നമുക്ക് പുക ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ പാടില്ല. ഇതൊക്കെ ഒരു വലിയ ഫാക്ടേഴ്സ് തന്നെയാണ് ആസ്മയും അലർജിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ പഴയ കാലത്ത് അടുപ്പ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിർത്തലാക്കി അതുപോലെ എന്തെങ്കിലും ഒരു കമ്പനിയോ സ്ഥാപനമോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അടുത്ത് താമസിച്ചാൽ തന്നെ ഇതുപോലുള്ള ആസ്മ കംപ്ലൈന്റ് വരുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പുകയുടെ എക്സ്പോഷർ കൊണ്ട് ആസ്മയല്ല, COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. പക്ഷെ ആസ്മയിൽ അമിതമായിട്ട് പുക ശ്വസിച്ചാൽ നമുക്ക് ഈ എയർവേ ടൈറ്റ്നസും ഈ ശ്വാസകോശം ചുരുങ്ങി കുറച്ച് നേരത്തേക്ക് സിംറ്റംസും കാണാറുണ്ട്. സോ ഒരു കെമിക്കലിന്റെ കമ്പനിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായി നമുക്ക് പൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ്മയോ അലർജിയോ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അവർക്ക് COPD പോലുള്ള മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള, ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതലാണ്. സർ, അപ്പം ആസ്മയ്ക്ക് യൂഷ്വലി എന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ് ഫോളോ ചെയ്യേണ്ടത്? ഓക്കെ, ആസ്മയുടെ ട്രീറ്റ്മെന്റ് മുന്നേ നമുക്കൊരു രോഗനിർണയം പ്രോപ്പറായിട്ട് അത് ആസ്മയാണോ. മിക്കുള്ളവരും ഇത് ലേറ്റ് ഓൺസെറ്റ് ഓഫ് ആസ്മ, അതായത് ആസ്മ കണ്ടുപിടിക്കാൻ മിക്കപ്പോഴും ആസ്മ പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചുമ മാത്രമായിട്ടായിരിക്കാം, കഫ് വേരിയന്റ് ആസ്മ എന്ന് പറയും. ചിലർക്ക് നെഞ്ചിറുക്കം മാത്രമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി അവർക്ക് ചില തോതിൽ ഒരു അലർജി മാത്രം, തുമ്മല്, തൊണ്ടയിൽ ചൊറിച്ചിൽ മാത്രമേ കാണുള്ളൂ. സോ അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ അത് വെച്ചിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ആസ്മയിലേക്ക് എത്തുന്നത്. ഒരിക്കലും എല്ലാ അലർജിയും ആസ്മയിലേക്ക് എത്തും എന്നല്ല. സോ പക്ഷേ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ വേണം. സോ ഫസ്റ്റ് ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഒരു നെഞ്ചിറുക്കം അല്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ടൈറ്റ്നസ്, നെഞ്ചിൽ ഭാരം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോഫ് വരുവാണെങ്കിൽ നമ്മളൊരു ബേസിക് ചെസ്റ്റ് എക്സ്റേ എടുക്കും. ഒരിക്കലും ഒരു ചെസ്റ്റ് എക്സ്റേയിൽ നിന്ന് നമുക്ക് ആസ്മ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ആസ്മ മിമിക്സ്, ആസ്മയെ പോലുള്ള മറ്റുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. ഒന്ന് COPD, അല്ലെന്നുണ്ടെങ്കിൽ ബ്രോങ്കിക്ടൈറ്റിസ്, കഫം ഉൽപ്പാദിപ്പിക്കുന്ന അമിതമായിട്ട് ശ്വാസകോശ കഫം വരുന്ന, ശ്വാസകോശ ഡാമേജ് വന്നിട്ട് അങ്ങനെയുള്ള അസുഖങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു ബേസ് ലൈൻ എക്സ്റേ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഇസ്നോഫിൽ കൗണ്ട്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇസ്നോഫിലിക് കൗണ്ട്സ്, ഈ 2 കൗണ്ട്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം അവർക്കൊരു അലർജിന്റെ ട്രിഗർ ഉണ്ടോ, എന്തെങ്കിലും പുറത്തുനിന്ന് വന്നൊരു എക്സ്പോഷർ കിട്ടി ശരീരം അതിനെതിരെയായിട്ട് ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇസ്നോഫിൽ കൗണ്ട്സും അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട്സും നോക്കുന്നതായിരിക്കും. പിന്നെ കുറച്ചും കൂടെ തീവ്രമായിട്ട് സിംറ്റംസ് ഉള്ളവർക്ക് സെറം IgE, നമ്മുടെ ശരീരം അലർജിക്കെതിരെ ഉണ്ടാക്കുന്ന ആന്റിബോഡിയുടെ അളവ് നമ്മൾ നോക്കും. അതിനൊരു കട്ട് ഓഫ് ഉണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ബോഡി അതിന് റെസ്പോൺസ് ആയിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആന്റിബോഡി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിനുശേഷം വ്യക്തമായിട്ട് നമ്മൾ എപ്പോഴും ആസ്മ ഉണ്ടോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ PFT, പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൽ തന്നെ സ്പൈറോമെട്രി എന്ന് പറയുന്ന ഊത്ത് പരീക്ഷ എന്ന് പറയും. നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ട് ഒരു നേരിയ തോതിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ട്യൂബ് വഴി ഊതിപ്പിക്കുകയും പേഷ്യന്റ് ശരാശരി അവരെ പ്രായം, ഹൈറ്റ്, വെയിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഏജ് വെച്ചിട്ട് അത്രത്തോളം അവർക്ക് ഊതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം ഒരു ചെറിയ ഡോസ് ഇൻഹേലർ, ശ്വാസകോശത്തിൽ അടിക്കുന്ന മരുന്ന് കൊടുക്കുകയും അതിന് മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള ശ്വാസകോശത്തിന്റെ അളവ് എടുക്കുകയും ചെയ്യും. ശ്വാസകോശത്തിന്റെ അളവ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇത്ര വാല്യൂ, ഉപയോഗിച്ചതിന് ശേഷം ഇത്ര വാല്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസിലേക്ക് എത്താം.
സോ ഇങ്ങനെയാണ് ആസ്മ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. സോ വൺസ് ആസ്മ ഡയഗ്നോസ് ചെയ്താൽ അവർ സിംറ്റംസ് അനുസരിച്ച് നമുക്കൊരു ലോ ഡോസ് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമുക്കൊരു ചെറിയ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പക്ഷെ ഒരു 1 വീക്കിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം റിവ്യൂവിന് വരുന്ന സമയത്ത് അവർക്ക് സിംറ്റംസ് പെർസിസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ മെഡിസിൻ്റെ അളവ് തീരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വീണ്ടും വരുന്നെങ്കിൽ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുകയും, ഇൻഹേലർ വളരെ ചെറിയൊരു ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ഇൻഹേലർ എടുത്തതിന് ശേഷം 12 hours ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും യൂഷ്വലി ഇൻഹേലേഴ്സ് കൊടുക്കുക. 2 times ഒരു ഡേ എടുക്കുന്നത്. ഡിപ്പെൻസ് ഓൺ ദ PFT. നമ്മുടെ PFTയുടെ വാല്യൂ, സ്പൈറോമെട്രി ടെസ്റ്റിന്റെ വാല്യൂ, അവരുടെ സിംറ്റംസ് അനുസരിച്ച് ഇൻഹേലേഴ്സ് കൊടുക്കുക. ഇൻഹേലേഴ്സിന്റെ കൂടെ അപ്പോഴത്തേക്കുള്ള ഒരു സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടീവ് മെഡിസിൻസും കൊടുക്കുക. വലിയ സിവിയർ ഫോം ഓഫ് ആസ്മയിൽ നമ്മൾ എപ്പോഴും ഇൻഹേലേഴ്സ് ഒരെണ്ണം മാത്രമായിട്ട് വരും, അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം മരുന്നും കമ്പൈൻ ചെയ്തൊരു ഫോമിലേക്ക് വരും. ഒന്നൊരു സ്പ്രേ ഫോം, മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറയും. പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ ക്യാനിൽ പ്രഷർ ചെയ്ത് വെച്ചേക്കാണ് മെഡിസിൻ. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ തുള്ളികൾ പോലെ ഇൻഹേലർ വരും. പിന്നെ ഒരു ഡ്രൈ പൗഡർ ഫോം ഉണ്ട്, ഒരു ചെറിയ ക്യാപ്സ്യൂൾ ഒരു ഡിവൈസിനകത്ത് ഇട്ടിട്ട്, റോട്ട ക്യാപ്സ് അല്ലെന്നുണ്ടെങ്കിൽ അതെ റോട്ട ക്യാപ്സ് പോലത്തുള്ള റിവലൈസർ എന്നൊക്കെ പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ ക്യാപ്സൂൾ ഇട്ട്, ക്യാപ്സൂളിനകത്ത് നമ്മൾ ഈ പൊടിയുടെ ഫോമിൽ, ഡസ്റ്റ് ഫോമിലായിരിക്കും മെഡിസിൻ ഇട്ടേക്കുക. സോ വൺസ് നമ്മൾ അതിനകത്ത് അത് ക്ലോസ് ചെയ്യുമ്പോൾ നീഡിൽ വന്ന ആ ക്യാപ്സൂൾ ബ്രേക്ക് ചെയ്യും. അത് നമ്മൾ ഇൻഹെയിൽ ചെയ്തെടുത്ത് ആ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഒരു സിംഗിൾ ഡ്രഗ് ആയിട്ട്, ഒരു ചെറിയ മെഡിസിനായിട്ടും 2 മെഡിസിനായിട്ടും ട്രിപ്പിൾ ഡ്രഗ് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മുടെ ശ്വാസകോശത്തിന്റെ അവരുടെ ശ്വാസമുട്ടിന്റെ തീവ്രത അനുസരിച്ച് ഏത് കോമ്പിനേഷൻസ് വേണം നോക്കും. ഒരു സിവിയർ ആസ്മയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റ് എക്സാസർബേഷൻ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അമിതമായിട്ടൊരു ന്യൂമോണിയ പോലെ ഒരു പനി വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര സ്മോക്കിന്റെ ഒരു എക്സ്പോഷർ, പുകയുടെ ഒരു എക്സ്പോഷർ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇപ്പോൾ പറഞ്ഞു, നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞു കുട്ടിക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് നെബുലൈസ്ഡ് ഫോമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു നെബുലൈസർ കണക്ട് ചെയ്ത് എയറസോൾ എന്ന് പറയും, മിസ്റ്റ്, കുഞ്ഞു കുഞ്ഞു തുള്ളികളായിട്ട് ശ്വാസകോശത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയും അതിൽ കൺട്രോളായി വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ്, സ്റ്റിറോയിഡിന്റെ ചെറിയ ഡോസ് ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയും ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആസ്മ നിൽക്കുകയാണെങ്കിൽ ലൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്, അലർജിയുടെ കോശങ്ങൾ, ഈസ്നോഫിൽസ് പോലുള്ള കോശങ്ങളെ ഉൽപാദനം കുറയ്ക്കാൻ വേണ്ടിയുള്ള സെൽസ് നമ്മൾ ടാബ്ലറ്റ്സ് നമ്മൾ രാത്രി സമയങ്ങളിൽ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വൽ ആസ്മ ട്രീറ്റ്മെന്റ് പാറ്റേൺസ്. സോ നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് 3-4 ദിവസം കൊണ്ട് ഭയങ്കര വ്യക്തമാകുന്നില്ല കേട്ടോ, റേഞ്ച് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. റേഞ്ചിന് കുഴപ്പമില്ല. ഇത്തിരി ഒന്ന് മാറി ഇന്ന് സംസാരിക്കൂ. റേഡിയോയുടെ മാറി നിൽക്കാമോ? ചോദിച്ചോളൂ. എപ്പോഴാ ക്ലിയർ ആവുന്നുള്ളൂ, ചോദിച്ചോളൂ. അതെനിക്ക് ഒരാഴ്ച കൂടുതലായി ഡോക്ടറെ. ചുമ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെ വരും. അപ്പൊ ശ്വാസം വിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പനി ചെറുതായിട്ട് രാത്രി ആകുമ്പോഴും പനി വരുന്നുണ്ട്. കഫം പക്ഷെ പുറത്തോട്ട് വരുന്നില്ല. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ഹലോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്തൊന്നൊന്ന് മാറി നിൽക്കണേ. ചോദ്യം വ്യക്തമാകുന്നില്ല, അതുകൊണ്ടാണ്. ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അതെ ഡോക്ടറെ, എനിക്ക് പിന്നെ ഒരാഴ്ച കൂടുതലായി ഡോക്ടർ ഭയങ്കര ചുമ വന്ന, പക്ഷെ കഫം പുറത്തോട്ട് വരുന്നില്ല. ശ്വാസം കഴിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ശ്വാസത്തിൽ നീട്ടി വിടുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി ആശ്വാസം പോലെ തോന്നും. നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രായം 70 വയസ്സ്. ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എത്ര നാളെ കൊണ്ടാണ്? പറഞ്ഞോളൂ. ഇതിപ്പോ കുറച്ച് നാളൊന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകും, പിന്നെ വരും. അപ്പോഴേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകും, ഒരു ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ മൂക്കിനകത്തൊക്കെ വെച്ച് പിടിക്കുന്ന അതൊക്കെ അവര് തരും വലിക്കാനായിട്ട്. മെഡിസിൻസ് ഇൻഹേലർ യൂസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇൻഹേലർ വായിൽ വെച്ച് അടിക്കുന്ന ഒരു സ്പ്രേ യൂസ് അതെ. അതില്ല. അല്ലാതെ നമ്മളിങ്ങനെ ശ്വാസം വെക്കുന്ന പോലെ അത് മൊത്തത്തിൽ വായിലോട്ടാന്ന് തോന്നുന്നു എനിക്ക്. എപ്പോഴെങ്കിലും ശ്വാസം മുട്ട് കൂടി വന്ന് നെബുലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പൊ ആവി എടുക്കേണ്ട വന്നിട്ടുണ്ടോ? ആശുപത്രി പോയെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ? അല്ല, ആശുപത്രിയിൽ പോയി ആവി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ആവി എടുക്കുമല്ലോ മക്കളെ. മറ്റേ വേറെ എന്തോ ഒരു സൈസ് ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ നമ്മൾ അകത്തോട്ട് പുക വായിക്കകത്തോട്ട് ചെല്ലും. പിന്നെ ഒരു 10-15 മിനിറ്റ്, അതിനുശേഷം പിന്നെ നെബുലൈസർ ആയിരിക്കും ഉദ്ദേശിച്ചത്. അതെ, നല്ല രീതിയിൽ. ചുമ രാത്രി കാലങ്ങളിലാണോ രാവിലെ കാലങ്ങളിലാണോ കൂടുതലായിട്ടുള്ളത്? അത് എനിക്ക് എപ്പോഴും ഉണ്ട് ചുമ. ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ചുമയാ, കിടക്കാൻ പറ്റത്തില്ല, തിരിഞ്ഞു കിടന്നാലും പറ്റത്തില്ല. രാത്രിയിലാണെങ്കിൽ
ഉറക്കവും തൊണ്ടയിൽ ഇടയ്ക്ക് കഫം വന്നിരിക്കുന്ന കണക്ക് തോന്നുന്നുണ്ടോ? എന്നാലും തൊണ്ടയിലെ നെഞ്ചിനൊക്കെ എന്തോ ഇരിക്കണമൊക്കെ തോന്നുന്നു. പക്ഷെ കഫം ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. നെഞ്ചരിച്ചിൽ ഉണ്ടാവാറുണ്ടോ? നെഞ്ചരിച്ചിൽ ഇല്ല. നെഞ്ചരിച്ചിലൊന്നും ഇല്ല. നെഞ്ചരിച്ചിലായിട്ടില്ല. ഇല്ല. ഇതൊക്കെയാണ് എനിക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇപ്പം പ്രസന്റില് പനിയുണ്ടോ? പനി രാത്രിയാകുമ്പോ പനി വരുന്നതിന് അത് വിട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പകല്. അടുപ്പ് ഊതാറുണ്ടോ? അടുപ്പ് ഊതില്ല. ഗ്യാസ് അടുപ്പല്ലേ? ഗ്യാസ് അടുപ്പ് ഊതുന്നില്ല. മൃഗങ്ങളും ഇല്ല അല്ലേ? മൃഗങ്ങള് വളർത്തുമൃഗങ്ങളോ? ഒന്നുമില്ല. മൃഗങ്ങളോ പട്ടിയോ പൂച്ചോ ഒന്നുമേ ഇല്ല. ഒന്നുമേ ഇല്ല. ഓക്കെ. സൈനസിന്റെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. ഈ രാത്രി കിടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയെന്ന് പറയുന്നത് കേൾക്കും. പിന്നെ കഫം വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ആസ്മയോ അല്ലെന്നുണ്ടെങ്കിൽ അലർജിയോ നെഞ്ചിൽ കാണുമായിരിക്കും. അത് ട്രിഗർ ചെയ്യുന്ന ഒരു റീസൺ സൈനസൈറ്റിസ് ആയിരിക്കും. സൈനസൈറ്റിസ്. സോ അപ്പം സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഇവാലുവേഷൻ ചെയ്യുക. മുഖത്തിന്റെ ഒരു എക്സ്റേ എടുത്ത് സൈനസൈറ്റിസ്, പീനസ് എന്ന് പറഞ്ഞൊരു എക്സ്റേ എടുത്ത് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ അത്യാവശ്യമായിട്ട് ഊതുന്ന ഒരു ടെസ്റ്റ് ചെയ്യുക. ഊതുന്ന ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊതുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് ശ്വാസമുട്ടുണ്ടോ, ശരിക്കുള്ള ശ്വാസമുട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഊതുന്ന ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ബ്ലഡ് കൗണ്ട്സും ESR ഒന്ന് നോക്കുക. ഒരു എക്സ്റേ ഒന്ന് എടുക്കുക. നെഞ്ചിന്റെ ഒരു എക്സ്റേയും എവിടെയെങ്കിലും ഉള്ളിൽ കഫം കെട്ടി നിൽപ്പുണ്ടോ, അതോ ഈ നെഞ്ചത്ത് എയർ കുരുങ്ങി നിന്ന് ചെസ്റ്റ് ടൈറ്റ്നസ്, എയറിന്റെ ഭാരമാണോ കഫമായിട്ട് തോന്നുന്നത്. ചിലർ അങ്ങനെ പറയാറുണ്ട്. അപ്പം ഊതുന്ന ടെസ്റ്റും ഒരു എക്സ്റേയും പിന്നെ ഒരു രക്തപരീക്ഷയും കൂടെ ചെയ്താൽ നമുക്കൊരു പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. കേട്ടോ? എനിക്ക് ഈ പ്രഷറിന്റെ ഒരു അസുഖം മാത്രമേ ഉള്ളൂ. അതിപ്പം നോർമലാന്നാ പറഞ്ഞത്. മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ട്. ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ. ഗുളിക കഴിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ടെസ്റ്റുകളൊന്നും ഇവാലുവേറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. ശരി. വിളിച്ചതിന് നന്ദി സാർ. ഇപ്പം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു സാർ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാം അസുഖം കൺട്രോൾഡ് ആകാനായിട്ടെന്ന് പറഞ്ഞു. സാർ നമുക്ക് ഒരു കോള് കൂടിയുണ്ട്, എന്നിട്ട് ആ ടിപ്സിലേക്ക് തന്നെ പോവാം. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഇച്ചിരി ശബ്ദത്തിൽ സംസാരിക്കൂ, ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ. ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് കേൾക്കുന്നില്ല, വ്യക്തമാകുന്നില്ല. ഓക്കെ, റേഞ്ച് എന്തോ പ്രോബ്ലം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. സാർ, അപ്പൊ ആ പറഞ്ഞ ടിപ്സ് എന്തൊക്കെയാണ് നമ്മുടെ ശ്രോതാക്കൾക്കായി കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ ത്രോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്സ്. ഇപ്പൊ നമുക്ക് കോളേഴ്സ് വിളിച്ചപ്പോൾ തന്നെ അവർ പറയുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ പെറ്റ് എക്സ്പോഷർ തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ്. പെറ്റ് എക്സ്പോഷർ, നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങളാവട്ടെ, അതിന്റെ രോമങ്ങൾ കൊണ്ട് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ കളിപ്പിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. സോ വൺസ് ഇത് കളിച്ചു കഴിഞ്ഞ് രാത്രി സമയങ്ങളായിരിക്കും ഇവർക്ക് സിംറ്റംസ് വരിക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, അത് ചിലപ്പം പേഷ്യൻസിന്, ശ്രോതാക്കൾക്ക് നെഞ്ചരിച്ചിലായിട്ട് തന്നെ അനുഭവപ്പെടണം എന്നില്ല. ചെറിയ വയറിനൊരു ചെറിയ പെരുക്കമായിരിക്കാം, അല്ലെങ്കിൽ പുളിച്ചത് കിട്ടുന്ന ബുദ്ധിമുട്ടായിരിക്കാം. സോ അത് കൺട്രോൾ ചെയ്യാം. ആസ്മയുള്ളവർ ഫസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് അതാണ്. അതിന് ബേസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രാത്രി ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് മസാല വർഗ്ഗങ്ങൾ, അമിതമായിട്ടുള്ള എരിവ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുരുമുളക്, അങ്ങനെയുള്ള ഈ ചില്ലി പൗഡറും കുരുമുളകൊക്കെ യൂസ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ കുറച്ച് ഒഴിവാക്കുക. കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പൊളിച്ച് തികട്ടാൻ വീണ്ടും വീണ്ടും റിക്കറന്റ് ആയിട്ട് വരിക. പിന്നെ ആസ്മയുള്ളവർ ആക്ച്വലി സ്വിമ്മിംഗ് പൂൾ പോലുള്ള യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ റെസ്പിറേറ്ററി കപ്പാസിറ്റി കൂട്ടാൻ ഉപകാരപ്പെടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പൂളുകൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുളങ്ങളെ യൂസ് ചെയ്യുന്നെങ്കിൽ സൈനസ് പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ സൈനസൈറ്റിസിൽ നിന്ന് അമിതമായി വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ എണ്ണ തലയിൽ താന്നിറങ്ങുക, മഴ നനയുക. സോ സൈനസൈറ്റിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ മെയിൻലി പറയുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക, അത്യാവശ്യം വെള്ളം കുടിക്കുക. ഒരു 20 kg 1 ലിറ്റർ എന്നുള്ള കണക്കനുസരിച്ച് ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് സ്പൈസസ് കംപ്ലീറ്റ്ലി ഫുഡിൽ നിന്ന് ഹാബിറ്റ്സിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് ചുറ്റുപാടിൽ നിന്നുള്ള എക്സ്പോഷറിൽ നിന്ന് എങ്ങനെ പ്രിവെന്റ് ചെയ്യും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റോഡിന്റെ വർക്ക് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് പൊല്യൂഷന്റെ എക്സ്പോഷർ ഭയങ്കരമായിരിക്കും, മണ്ണിന്റെ പൊടി ഭയങ്കരമായിരിക്കും. കുട്ടികളിലും ഇത് ഈ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ ചോക്കിന്റെ, ഡസ്റ്റിന്റെ പൗഡർ. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല കട്ടിയുള്ള മാസ്ക്, തുണിയുടെ മാസ്കോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തൂവാല, ഹാൻഡ് കർച്ചീഫോ കൊണ്ട് വായി മുക്കും. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എക്സ്പോഷർ അകത്തേക്ക്, നമ്മൾ തുടക്കം തൊട്ട് പറയുന്ന കാര്യം, എന്തെങ്കിലും അകത്തേക്ക് ചെന്നാലുള്ള ബോഡിയുടെ റെസ്പോൺസ് ആണ്. സോ നമ്മൾ അവിടെ കട്ട് ഓഫ് കൊടുക്കുക. ഒന്നും നമുക്ക് പൊടിയാവട്ടെ, പുകയാവട്ടെ, നമ്മുടെ ഡസ്റ്റ് ആവട്ടെ, വീട് വൃത്തിയാക്കുന്ന സമയങ്ങളിൽ, തുറസായ വണ്ടികളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു ചെടിയുടെ അടിയിലിരിക്കേണ്ട ഒരു എക്സ്പോഷർ വരുന്ന സമയത്ത് വായും മൂക്കും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒരു കർച്ചീഫോ മാസ്കോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. സോ അകത്തോട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ ആസ്മ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
ഓക്കെ സർ. അപ്പം ഈ ഒരു സാധാരണ ടിപ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് അസുഖം കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായിട്ടും മെഡിസിൻ എടുക്കുന്നതിന്റെ കൂടെ മെഡിസിന്റെ ഡോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എക്സാസർബേഷൻസ് വീണ്ടും നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റും. സർ, ഇപ്പൊ നേരത്തെ നെബുലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു സർ. ഇപ്പൊ പലരും വീട്ടിൽ തന്നെ നെബുലൈസർ വാങ്ങി വെച്ചിട്ട് അവർ സ്വയമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികളിലൊക്കെ ആയാലും ഇത് യൂസ് ചെയ്യുന്ന എത്രത്തോളം സേഫ് ആണ്? ആക്ച്വലി നമ്മളത് ഒട്ടും എൻകറേജ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാര്യം എന്താണ് പ്രോപ്പർ, എപ്പോഴും നമുക്ക് പ്രോപ്പർലി ഒരു ആസ്മ തന്നെയാണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ? ആസ്മയുടെ ഒരു മെയിൻ റീസൺ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നെബുലൈസേഷൻ മാത്രം ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ വീട്ടിലൊരു മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫെക്ഷൻ പാർട്ട് കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ചെയ്യുകയാണ്. കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായി, ആ സൈഡിൽ ആരും ചിന്തിക്കുന്നില്ല. ഡയറക്റ്റ്ലി മെഡിസിൻ എടുക്കുന്നു, സിംറ്റം റിലീഫ് കിട്ടുന്നു. അപ്പോൾ ഇൻഫെക്ഷനോ കഫക്കെട്ടോ ആണെങ്കിൽ അത് ശ്വാസകോശത്തിൽ നിന്ന് ന്യൂമോണിയ പോലെ മാരകമായ അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അത് മാത്രമല്ല, നമുക്ക് ഈ ഫാർമസിയിൽ നിന്നായാലും അവൈലബിൾ ആവുന്ന ചെറിയ ഡോസ് മെഡിസിൻസ് എടുത്ത് റിക്കറന്റ് ആയിട്ട് നെബുലൈസേഷൻ എടുത്താൽ അന്നേരത്തേക്ക് മാത്രമുള്ള സിംറ്റംസേ കിട്ടുള്ളൂ. പൂർണ്ണമായി എന്താണ് അസുഖം പൂർണ്ണമായിട്ട് മാറാൻ അതൊരിക്കലും സഹായിക്കുന്നില്ല. അത് നമുക്കങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. താങ്ക് യു സർ. സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവച്ചതിന് ഇത്രയും നേരം തന്നെ സർ ആസ്മയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഉപാസന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ ഷെഫിൽ ഷെരീഫ് സാറാണ്. സർ, ഇപ്പം നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.